മന്ദാരം ഹേയ് ഓൾ വെൽക്കം ബാക്ക്. ഡെയിലി വീഡിയോസ് ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ക്ലാസ്സും മടിയും എല്ലാം അസുഖവും എല്ലാം കൂടി ആയിട്ട് നമുക്ക് ഡെയിലി ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ കുറച്ച് പ്ലേസിലേക്ക് പോയതാണ് ഫുഡ് കഴിക്കാനും അങ്ങനെ ഔട്ടിങ്ങിന് പോയതാണ് ഫാമിലി ആയിട്ട്. മെയിൻ ആയിട്ട് നമ്മളിവിടെ തന്നെ ഒരു ബീച്ച് ഫെസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടെ കാണാൻ പോകുന്ന ചോദിച്ചു. കേറിവാട് എനിക്ക് എന്താ തോന്നിയറിയോ, മംഗല വൈബ്, ഒരു മംഗല വൈബ് തന്നെ. മംഗളത്തിന് പോയതേ വൈബാണ് കേട്ടോ. ഇത് കാസർഗോഡ് നീലേശ്വരത്തുള്ള ബീച്ച് ഫെസ്റ്റ് ആണ്. എന്റെ ബ്രദറാണ്. അപ്പൊ അവന്റെ ഐഫോൺ കാണിക്കാണ്. പിന്നെ പുതിയ ഐഫോൺ ആണെന്നിട്ട് പട്ട് ഷവർക്കാണ്, സെക്കൻഡ് ഹാൻഡ് എന്തോ ആണ്. ഞാൻ ശ്രദ്ധിച്ചില്ല കാര്യമായിട്ട്. ഇപ്പൊ ഈ പറയുന്നുണ്ട് അവന് സെക്കൻഡ് ഹാൻഡ് ഒന്നുമല്ല ഫസ്റ്റ് ഹാൻഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഫുള്ള് തള്ളാന്നൊന്നും കാര്യമാക്കണ്ട. എന്റെ സൗന്ദര്യമൊക്കെ നോക്കി, എല്ലാവരും സൗന്ദര്യമൊക്കെ നോക്കി ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് പോയി. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് അവള് ഡ്രസ്സൊക്കെ പറയാണ് ഇങ്ങനെ, നല്ല പുതിയ ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സ്വീപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം അതിനുണ്ടോ എന്തെങ്കിലും മനസ്സിലാവുന്നു. അപ്പൊ നല്ല ഡ്രസ്സാണെന്നിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, എനിക്ക് ഈ പ്രിന്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രിന്റിൽ ഒരു കുർത്തി വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ഇഷ്ടമാണ്. അങ്ങനെ അകത്തേക്ക് കയറാണ്. എനിക്കൊരു ഫെസ്റ്റ് അങ്ങനെ ഇഷ്ടമുണ്ടാവാറില്ല. കാരണം നമ്മൾ ഡെയിലി, അതായത് എല്ലാ ഫെസ്റ്റിനും സെയിം ആണല്ലോ. ഒരേ കച്ചവടക്കാർ, പിന്നെന്താ ഒരേ റൈഡ്, ഒരേ ഫുഡ്, അതൊക്കെയാണ് അവരും അവനെ പറഞ്ഞത്. ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ അവൻ പറയുന്നത്. പിന്നെ അളയ നിർബന്ധത്തിന് വഴങ്ങി. അളയ നമുക്ക് നോക്കാം, എന്തായാലും നമ്മൾ കാനങ്ങാടേക്ക് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കയറി നോക്കാൻ പറഞ്ഞു. അപ്പൊ കയറുമ്പോൾ തന്നെ ഫുൾ മംഗളായി, ഫുൾ കളർഫുൾ ആണ്. കയറിയപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ, അതായത് പെറ്റ്സിന്റെ തന്നെയാണ് ഫസ്റ്റത്തെ പാട്ട് എന്നുള്ളത്. ഇവിടെ ഫിഷും അത് ഇതൊക്കെയാണ്. ഈ ലോങ് വീഡിയോയുടെ പ്രത്യേകത നമുക്ക് ഒരുപാട് പറയാം, പക്ഷെ എന്നാൽ നമുക്ക് പറയാനൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല. ഈ 1 മിനിറ്റ്, അതായത് ഷോർട്ട് വീഡിയോസിൽ, യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് 1 മിനിറ്റിലെല്ലാം പറഞ്ഞ് കൊള്ളിക്കാൻ പറ്റില്ല, നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രശ്നമുണ്ട്. എന്റെ പൊരുക്കത്തൊക്കെ പറഞ്ഞാല് പുര എന്ന് പറഞ്ഞാൽ ഹോം, കാസർഗോഡിൽ ഹോം എന്ന് പറയും. എന്റെ പൊരുക്കത്തൊക്കെ പറഞ്ഞാൽ മീന് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവർ അക്വേറിയം അതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അതൊക്കെ മീനൊക്കെ ചത്തുപോയി. പിന്നെ ഫിഷ് ടാങ്കൊക്കെ മാറ്റി അത് പുറത്തിട്ടു, അതിങ്ങനെയൊക്കെയോ പോയി. അങ്ങനെ അക്വേറിയൊക്കെ പോയി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫിഷ്. അപ്പൊ എന്തൊക്കെയോ നൈഫ് ഫിഷ്, പിന്നെ എന്തൊക്കെയോ ഫിഷ് ഉണ്ടായിരുന്നു. എനിക്ക് ഇതിന്റെ ഒന്നും പേര് പോലും ഓർമ്മയില്ല. കാരണം എന്തൊക്കെയാണ് അത് വായിക്കുന്നത്, നൈഫ് ഫിഷ് എന്നൊക്കെ വായിക്കാണ്. പിന്നെ ഇവൻ എന്റെ പേരെന്തോ ഉണ്ട്, എന്തോ ഒരു പാരറ്റ് ആണ്. ഇത് മെയിൻ ആണ്, എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് എനിക്കറിയാം. ഇത് കണ്ണൂർ പെറ്റ് സ്റ്റേഷനിൽ പോയപ്പോഴും പിന്നെ മുമ്പത്തെ കുറെ ഫെസ്റ്റിൽ പോയപ്പോൾ ഇതുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് എപ്പോഴും കാണുന്ന, കോമൺ ആയിട്ട് കാണുന്ന സീഡ്സ്, പിന്നെ ബാഗ്സ്, ചപ്പൽസ്, പിന്നെ എന്താ ടോയ്സ്, ഫുൾ ടോയ്സിന്റെ ഷോപ്സ്. എല്ലാ ഫെസ്റ്റിവലിലെ പോലെ തന്നെയാണ് ഇവിടെയും. വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വേറെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പെൻസിൽസ്, അതായത് നല്ല ക്വാളിറ്റിയിലെ പെൻസിലും ഇൻസ്ട്രുമെന്റ് ബോക്സ് അങ്ങനത്തെ സാധനം അതൊന്നും അല്ല. പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ ഇതിൽ പറ്റി എനിക്ക് പറ്റി ഇതിലൊന്നും ഇല്ല. കാരണം ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ. പിന്നെ പണ്ടത്തെ മുട്ടായി, പിന്നെ ഇവിടെ ഈ റിങ്, പേരേതാ റിങ് ഉണ്ടല്ലോ, അത് മെയിൻ ആണല്ലോ ഫെസ്റ്റിന്, അതുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഒരു മാല വാങ്ങി. എനിക്ക് മാല വാങ്ങുന്നുണ്ടായിരുന്നു. നാട്ടിൽ കിട്ടുന്ന അതേ റേറ്റ് ആണ്, വലിയ കുറവായി തോന്നിയില്ല. ഇത് റഫ്ക സിസ്റ്ററിന്റെ ബേബിയാണ്. അവള് പറയുന്നത് ആകാശത്തൊട്ടില്ലേ അതിൽ കയറുന്നതാണ്. അവൾ എന്താ പറയുന്ന അറിയില്ല. അവൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞതായിരിക്കും. പിന്നെ നമുക്ക് ഫുഡാണല്ലോ മെയിൻ. ഫുഡാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോളിഫ്ലവർ എപ്പോഴും കഴിക്കുന്നതാണ്. കോളിഫ്ലവർ കഴിച്ചു, അത് കുഴപ്പമില്ല, നന്നായിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് 2-3 ഫെസ്റ്റിനടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, ചെറുവത്തൂരും വേറെ എവിടെയും ഉണ്ടായിരുന്നു. കുറച്ചായി, അതൊന്നും അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് നല്ല ചൂടുണ്ടായിരുന്നു, വായൊക്കെ പൊള്ളിയാകെ. പിന്നെ വീഡിയോ എടുക്കാൻ നടപ്പോൾ കുറച്ച് നേരം ക്ഷമാശീലായി നിന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. കുഴപ്പമുണ്ടായിരുന്നില്ല. ബജിയൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉദ്ദേശം മെയിൻ സ്പോട്ട് ഇതല്ല, മെയിൻ സ്പോട്ട് വേറൊരു സ്പോട്ടാണ്. അത് ഞാൻ പറയാം എന്താണെന്ന്. ഞാൻ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോയി. ഇതാണ് ഷവായ ഹബ്. നമ്മൾ ഇവിടത്തേക്ക് ഫുഡ് കഴിക്കാൻ പ്രത്യേകമായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ബൈക്കല്ല, ഐ മീൻ വഴിയിൽ ആ ഫെസ്റ്റ് കണ്ടപ്പോൾ അവിടെ കയറിയെന്നേ ഉള്ളൂ. ഇവിടെ ഒരുപാട് റീൽസും അതൊക്കെ ഷവായ അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഫ്രണ്ട്സും ഫാമിലി പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. റീൽസിൽ തന്നെയായിരുന്നു കുറെ നാളുണ്ടായിരുന്നു ഷവായന്റെ കാര്യം. ഇപ്പോഴാണ് അവർ പുതിയ മെനു ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉണ്ടായപ്പോൾ അതൊന്നും ഉണ്ടായില്ല ഗൈസ്. ഞാൻ കഴിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് അവർ പുതിയ മെനു ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒന്നാമത് ഭയങ്കര സീറ്റ്, പുറത്തുണ്ട് സീറ്റ്, പക്ഷെ പുറത്ത് ഭയങ്കര ചൂടാണ്, അകത്തും ഭയങ്കര ചൂടാണ്. കണ്ടോ തിരക്കുണ്ടോ, അത്രക്ക് തിരക്കാണ്. ഞങ്ങൾ പോയപ്പോ ഇവിടുത്തെ മെയിൻ ഷവായ തീർന്നും പോയി. കോമഡി. അപ്പൊ ഇവൻ പറയുന്നത് വെച്ചാല് സെക്കൻഡ് ഫ്ലോർ മുകളിൽ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയാണ്, അവിടെ പ്രേതാലയം പോലെ ഉണ്ട്, അങ്ങനെ എന്തോ പറയായിരുന്നു. ഇത് എന്തിന്റെ വേറെ സിസ്റ്ററിന്റെ വേറെ ബേബിയാണ്.
സാറുണ്ട് എനിക്ക് എവിടെയായിരുന്നു നോക്കിക്കണം. അപ്പൊ അവൻ എവിടെ പോയാലും ഉറങ്ങും. രാത്രി ഒരു 8:30 കഴിഞ്ഞാൽ അവൻ ഉറങ്ങും. കാരണം 6:30 മദ്രസ പോകുന്ന പറഞ്ഞിട്ട് ആ കാരണം പറഞ്ഞ് അവൻ ഉറങ്ങും. അതുകൊണ്ട് ഇതൊക്കെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. കാരണം എവിടെ പോയാലും ഉറങ്ങുന്ന ആളെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അവരെ വീട്ടിൽ കിടത്തിയിട്ട് വന്നാൽ പോരേന്ന്. ഓക്കെ. അപ്പം ഇവരുണ്ടാൾ തല്ലുവിടുന്നായിട്ടാണ് ഇവർ തൊട്ടിൽ കിടത്തിയത്. അപ്പം ഈ ഒരു ഷവായ ഹബ്ബ് വരുന്നത് കാനങ്ങാട് നോർത്ത് മാണിക്കൂത്തിലാണ് കേട്ടോ. ഇവിടെ 11 മണി 12 മണി വരെ ഉണ്ടോന്ന് തോന്നുന്നു. 12 നമ്മ അടുത്തപ്പോ ഒരു മണി 11 മണി 10 ആയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ ആയിട്ട് ഷവായ എന്നാൽ തുർക്കിഷ് ആണ്. പക്ഷെ നമ്മൾ പോയപ്പോൾ തുർക്കിഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തുർക്കിഷും പെരി പെരി മെക്സിക്കനും ഉണ്ടായിരുന്നത്. അല്ല, പൊതുവേ ഉണ്ടാവുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത് പെരി പെരി ആയിരുന്നു. പെരി പെരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റൈസ് അഫ്ഗാനി റൈസും ബുഖാരി റൈസും അത് രണ്ടും ഓർഡർ ചെയ്തു. പിന്നെ റുമാൽ റൊട്ടി, പീറ്റ ബ്രെഡ്, അങ്ങനെ എനർജി ബൂസ്റ്റ് ഡ്രിങ്ക് പിന്നെ ഡെസേർട്ട് ആയിട്ട് കുനാഫ, അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. മെനു ആയിട്ട് അങ്ങനെ കാണിച്ചില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ, പുതിയ അല്ല കുറച്ച് പഴയതായി, ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. നല്ല കൊളാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ അതെന്താണെന്നറിയാം, നമ്മൾ റീൽ എടുക്കുമ്പോൾ എപ്പോഴും കൊളാവാറില്ല, ഒന്നും നേരാവാറില്ല. ബാക്കിയുള്ള എങ്ങനെയാണോ ഈ ഫാമിലിയൊക്കെ വെച്ച് റീൽ സെറ്റ് ആക്കുന്നത്, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ എപ്പോഴും ഫാമിലി ആയിട്ട് പോയി എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടാറേ ഇല്ല. അപ്പൊ അങ്ങനെ എനർജി ഡ്രിങ്ക് ആദ്യം കൊണ്ടുവന്നു. ഇതാണ് എനിക്കേറ്റ് പോരാമായി തോന്നിയത്. കാരണം ലാസ്റ്റാണ് ഈ ഡ്രിങ്ക് കൊണ്ടുവന്നെങ്കിൽ അടിപൊളിയായേനെ. എനിക്ക് നല്ല ഈ ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഈ ഡ്രിങ്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു മധുരവും പുളിയും ഉപ്പും ഒരു മിക്സ്ഡ് ഫ്ലേവർ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. കുടിച്ച് ഇവർക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് പക്ഷെ ഫസ്റ്റ് സിപ്പിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് പെരി പെരി അൽഫാ ഷവായി അതും പിന്നെ ഇത് കൊണ്ടുവച്ചു, റൈസും പിന്നെ റൊട്ടിയൊക്കെ കൊണ്ടുവച്ചു. മയോണീസ് ഉണ്ടോ, സാമ്പാർ, അതായത് നമ്മള് ഊണൊക്കെ കഴിക്കാൻ പോയ സാമ്പാർ വിളമ്പില്ല ചോറിൽ, അതുപോലെയാണ് ഇവിടെ മയോണീസ് വിളമ്പുന്നത്. ഫസ്റ്റ് എന്റെ ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ കെച്ചപ്പിന്റെ ഒരു ബോട്ടിലില്ലേ അതിലായിരുന്നു. പിന്നെ ഇവർക്ക് മുതലാണ്ട് വന്നപ്പോഴാണ് തോന്നുന്നു ഇവർ ഈ ഒരു മെത്തേഡ് യൂസ് ആക്കാൻ തുടങ്ങിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിക്കിളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഷവായ അത്ര സ്പെഷ്യലായി തോന്നിയില്ല. പിന്നെയാണ് സിസ്റ്റർ പറഞ്ഞത്, നീ ഇത് പെരി പെരി കഴിച്ചുകൊണ്ടാണ് ടർക്കിഷോ അതുണ്ടായിരുന്നു, ടർക്കിഷ് ഫ്ലേവറിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങത്തിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ മടുപ്പ് വന്ന് ഞാനായിട്ട് സൈഡായി. ബാക്കിയുള്ള റൈസ് അവർ കഴിച്ചു, ബാക്കി പാർസലും ആക്കി. പിന്നെ അവിടുത്തെ ഒരാള് നമ്മളെ നിർബന്ധിപ്പിച്ചിട്ട് ഒരു കുനാഫ ഓർഡർ ആക്കി. ചെറുതേ ഉള്ളൂ സർ, ടേസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ആക്കിപ്പിച്ചാൽ നമുക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം കൂടി കവർ ചെയ്യാണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഓർഡർ ആക്കി നോക്കിയതാണ്. പക്ഷെ ഇറ്റ്സ് അമേസിങ്. ഞാൻ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും നല്ല ദി ബെസ്റ്റ് കുനാഫ എന്ന് പറയില്ല, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓവർ മധുരവുമില്ല, നമ്മളെ മടുപ്പിക്കത്തുമില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഞാൻ അവരോട് പറഞ്ഞു ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ലൈഫിൽ കഴിച്ച ഏറ്റവും ദി ബെസ്റ്റ് കുനാഫ ആണ് പറഞ്ഞു. ഇത് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും മിക്സ് ആക്കിയുള്ള ചോക്ലേറ്റ് ആണ്. അതുകൊണ്ട് ഒരു കയ്പോ ഒന്നുമില്ല. ഞാൻ അത് കണ്ട് പക്ഷെ കയ്പ് ഉണ്ടാവും ഡാർക്ക് ചോക്ലേറ്റിന് അവർ പറഞ്ഞത്. പക്ഷെ രണ്ടും മിക്സഡ് ആണ്. കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, പക്ഷെ മിൽക്ക് ചോക്ലേറ്റിന്റെ കോമ്പൗണ്ടും കൂടി ഉണ്ട് അതിൽ. അതുകൊണ്ട് നല്ലൊരു കോംബോ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടൈം പോയാൽ എന്തായാലും ഇത് ട്രൈ ആക്കുന്നതായിരിക്കും. പിന്നെ കുറെ മെനുവിൽ പുതിയ സാധനമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താ ചിക്കൻ വിങ്സ്, സാലഡ്സ്, പിന്നെ കുറെ ഡെസേർട്സ്, അതായത് ഈ പാൻ കേക്സ് അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ എക്സ്പ്രഷൻ കണ്ടോ, ടേസ്റ്റ് ഉണ്ടെന്ന്. ഇയാളെ അപ്രൂവ് ചെയ്താൽ എല്ലാം അപ്രൂവ് ആണ്. കാരണം ഇത് കേക്ക് ഉണ്ടാക്കുന്ന മെയിൻ ആണ്. നമ്മുടെ വീട്ടിൽ കേക്ക് ബേക്കറാണ് ഇയാള്. ഇവിടെ സിസ്റ്ററാണ്, മൂത്ത സിസ്റ്ററാണ്, ബേക്കറാണ്. എന്നുവെച്ചാൽ ബേക്ക് സെല്ലും ചെയ്യുന്നില്ല, നമ്മുടെ വീട്ടിൽ ആവശ്യത്തിലേക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഹണി കേക്കിൽ ഇട്ടു. ഇതായിരുന്നു എന്റെ മെയിൻ സ്പോട്ട്. ഇതായിരുന്നു എനിക്ക് ഇവിടെ ആയിരുന്നു വരാൻ ആഗ്രഹം. കയറിയപ്പോ തന്നെ ഞാൻ ഫ്ലാറ്റായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്, പക്ഷെ മധുരം മടുപ്പിക്കുന്നതായോണ്ട് എനിക്ക് കുറച്ച് പിറകോട്ട് അടിക്കാറുണ്ട് കേക്ക്സ് ഒക്കെ കാണുമ്പോൾ. അങ്ങനെ കുറച്ച് കേക്ക്സ് ഒക്കെ ഓർഡർ ആക്കി, അതൊക്കെ കഴിച്ചു. കേക്ക്സിന്റെ കാര്യം അതിലും ഗംഭീരമായിരുന്നു. കേക്ക് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കേക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. കാരണം നമ്മളെ മടുപ്പിക്കുന്ന മധുരമില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. ആ ഒരു കേക്ക് കഴിക്കും അറിയാലോ, നമുക്ക് വീണ്ടും കഴിക്കാന്നല്ല, ഭയങ്കര മടുപ്പിക്കായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞാണ് ഈ ഒരു ബ്ലൂബെറി ചീസ് കേക്ക് ഓർഡർ ആക്കിയത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചോക്ലേറ്റ് ട്രഫിൾ, അങ്ങനെ എന്തോ ഒരു പേര് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരെന്തായാലും കാണണേ. വേറെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടല്ലോ, പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണണം. അത്രേ ഉള്ളൂ.